ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ പുതിയ മഹീന്ദ്ര താറൊക്കെ മിനിയാന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ അത് മോഡിഫൈ ചെയ്യാൻ കൊടുത്തു. മോൺസ്റ്റർ ട്രക്കിനെ പോലെയാണ് ഞാൻ മോഡിഫൈ ചെയ്യാൻ കൊടുത്തത്. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് പോലീസൊക്കെ എന്തായാലും കേസ് കാണും ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മോഡിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും കിട്ടി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. അത്രയും 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു ഗൈസ്. കാരണം ഇത് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷൻ. കാരണം അത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ടേ ഇപ്പം എന്തായാലും കിട്ടി. അപ്പോൾ സമാധാനം. ഇനി വീട്ടിൽ പോയി അങ്ങ് കിടന്നുറങ്ങാം. ഇത് ആരുടെ കിടന്ന് ഈ വിളിക്കുന്നതന്നെ? എന്തായാലും ഫോണൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എടുക്കാം കേട്ടോ. ഇതെന്താ പോലീസുകാരൊക്കെ എന്നെ വളയണം? അയ്യോ അവിടെ പോടാ. എന്താ 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 പോലീസുകാർക്ക് എന്താ വേണ്ടേ? ഇവിടെ എന്താ പോലീസുകാർ എന്നെ എങ്ങോട്ട് വളയുന്നേ? ഇതെന്താ ഞാൻ എന്താ പാറ്റെട്ടുകാലി പോലെ ഉണ്ട് കാണാൻ. എന്താണ് ഇത് കാര്യം? ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്താണോ എന്തോ കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ആരും എൻ്റെ വണ്ടി എടുക്കാതിരിക്കാനായിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഓക്കെ, നമുക്കായാലും പോയിട്ട് ഫൈനലി ആരാണ് വിളിച്ചതെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ആരാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് കേട്ടോ. എനിക്ക് വാണ്ടഡ് ലെവൽ കിട്ടാനും കാരണം പിന്നെ എന്നെ പോലീസ് ചേസ് ചെയ്യാനും കാരണം ഞാൻ വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. കാരണം ഇനി ആ റോഡിലേക്ക് വണ്ടി ഇറക്കല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ മോഡിഫൈ ചെയ്തേക്കുന്ന താറില്ലേ, അതിനിപ്പോൾ റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നതാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ ഇറക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ എനിക്ക് കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. അയ്യോ, ഞാൻ ഈ സ്റ്റെപ്പിൽ വീണ്. അവിടെ ഇതെന്താ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാതിരിക്കാൻ മാക്സിമം നോക്കാം. പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ മുമ്പ് എനിക്ക് ഷൈൻ ചെയ്യണം. കാരണം അവന്മാർക്കൊക്കെ നല്ല വണ്ടിയുണ്ട്. എന്നിട്ട് എന്നെ പറഞ്ഞ് ചുമ്മാ എൻ്റെ അടുത്ത് ഷോ ഇറക്കിക്കൊണ്ടിരിക്കണം. അവന്മാർക്ക് വണ്ടിയുണ്ട്, എനിക്ക് വണ്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അവന്മാരുടെ വീട്ടിലേക്ക് എനിക്കിന്ന് പോകണമെന്നുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പാർക്ക് ചെയ്ത് ഇനി എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണ്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും പോകുന്നുണ്ട്. പോലീസ് നമുക്കെന്താ പേടി? പോലീസുകാരുടെ പാട് നോക്കും. നമുക്കെന്താ പേടി? നമുക്ക് പോവാം ഗൈസ്. ഒന്നുമില്ല, നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ എനിക്കിവിടെ ചുമ്മാ ഇരുന്നിട്ട് ബോറടിക്കാൻ തുടങ്ങി. ഞാൻ ചുമ്മാ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കയറി കിടന്നാലോ? ഇപ്പോൾ കിടക്കണ്ട ഗൈസ്. ഞാൻ എന്തായാലും ഇതല്ലേ ഈ ഡ്രോയറിൽ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അവന്മാരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് കാണിച്ച് ഷൈൻ ഇറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. MVD നമ്മളൊന്നും പിടിക്കത്തില്ല. കാരണം നമുക്കെന്താ പേടി? നമ്മുടെ ധൈര്യം കണ്ട് പോലീസുകാരെ ഞെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കയറണ്ടേ? കയറ്. അയ്യോ, അപ്പുറത്തേക്ക് നമുക്ക് നീന്തി പോകണം. നമ്മളെ ഡോർ അപ്പുറയാ. പോലീസുകാരൊക്കെ ഇവിടെ ഇപ്പം. ഇവിടെ എന്താ പോലീസുകാർ? ഓടിക്കോ. കയറ്. എടാ, ഇതിനാണ് പോലീസ് ഇപ്പോഴാണ് ചേസ് ചെയ്യുന്നത്. എടാ, അയ്യോ സാറ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു പാവാണേ, എന്നൊന്നും ചെയ്യല്ലേ എന്നൊക്കെ താൻ വിചാരിച്ച് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. മോൺസ്റ്റർ ട്രക്ക് കത്തിപ്പോണ്ട. വേണ്ട ഗൈസ്, വേണ്ട. വെറുതെ ഇതിനകത്തിന് വയലൻസൊക്കെ. പോലീസുകാർ അവിടെ പോയാൽ എന്താ? നമുക്ക് അതിൽ ഈ വണ്ടി എടുത്താൽ നമുക്ക് പുറത്തേക്ക് അങ്ങ് പോകാം കേട്ടോ. നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാം. നമുക്കെന്താ പേടിയോ? ഇവിടുന്ന് നമ്മുടെ ഡോറിപ്പുറമാണ്. ഡോറിപ്പുറമാണ് നമുക്ക്. ഓക്കെ, കയറ്. ഞാൻ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയല്ല ഇത് ഇറക്കാം. പോലീസുകാരൊക്കെ പോയെന്ന് വിചാരിക്കുന്നു. ഇത് ഇറക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇത് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ എങ്ങനെയല്ല ഒന്ന് ഇറക്കട്ടെ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇത് ഇറക്കിയിട്ടുണ്ട്. വാണ്ടഡ് ലെവലൊക്കെ ഓൾറെഡി പോയിട്ടോ. അയ്യോ, നമുക്ക് അതിലിത് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാകുന്നതെന്ന് ദൈവത്തിനറിയാം. അയ്യോ എൻ്റെ അമ്മേ ഗൈസ്, ഞാൻ ഇത് ഇറക്കിയില്ല. അതിന് മുമ്പ് വാണ്ടഡ് ലെവൽ കിട്ടി. ഞാൻ ഓടിച്ച് തുടങ്ങിയില്ല, അപ്പോഴത്തേനും എനിക്ക് വാണ്ടഡ് ലെവൽ കിട്ടി ഗൈസ്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇതെന്താ ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നേ? ഉറങ്ങുവാണെന്ന് തോന്നുന്നു. വീട്ടിൽ പോയി കിടന്നിറങ്ങാൻ മേലെ അവർക്കൊക്കെ. എടാ എൻ്റെ അമ്മേ, എടാ ഗൈസ്, ഞാൻ ഈ വണ്ടി വട്ടം കറക്കണം. നമുക്ക് ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടാലോ? വേണ്ട. ഇവിടെ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, അർജുൻ്റെ വീട് ഇവിടെ അടുത്താണ്.
അയ്യോ, അതാരുടെ വീടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ രാഹുലിൻ്റെ വീടാണ് കേട്ടോ അത്. ഞാൻ രാഹുലിനെ പോയി കാണുന്നുണ്ട്. അവൻ കുറേ ദിവസമായി എന്നെ കണ്ടിട്ട്. ഞാൻ അവൻ്റെ അടുത്ത് വരെ പോകണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല ഗൈസ്. അവൻ എന്നെ മനസ്സിലാവത്തില്ലായിരിക്കും. അവൻ പുറത്തിറങ്ങി നിപ്പുണ്ടായിരിക്കും, എന്നെ മനസ്സിലാവത്തില്ലായിരിക്കും എന്നുണ്ട്. അയ്യോ ഗൈസ്, ഈ ഗെയിം എനിക്ക് ലാഗ് അടിക്കുന്ന പോലെ. എന്താണോ എന്ത് ഗൈസ്, ഇതിൻ്റെ ഈ കഥയിൻ്റെ ഡോറൊക്കെ തന്നെ കഥയിൻ്റെ ഡോർന്ന് ഈ കാറിൻ്റെ ഡോറൊക്കെ തന്നെ തുറക്കുന്നത്. അതെന്താ ഈ ഡോറ് തന്നെ തുറക്കുന്നത്? എന്തായാലും നമുക്ക് ഓടി രക്ഷപ്പെടാം ഇവിടുന്ന്. ഇല്ലെങ്കിൽ പോലീസുകാർ എന്നെ പിടിക്കും. അമ്മേ, എടാ പോടാ. പോലീസുകാരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തേ ഉള്ളേ. ഇൻസ്പെക്ടർ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ. നിൽക്കടോ, പോടാ. പോലീസുകാർ നമ്മുടെ അടുത്താണ് കളിക്കുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്നാലോ? അയ്യോ 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 വൈ 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 ഗൈസ്, പിന്നെ നമുക്ക് അതിൽ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇവിടെ ഉള്ള അവസ്ഥ മൊത്തം. ഗൈസ്, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ വണ്ടി MVD പിടിച്ചു ഗൈസ്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ സാറിനോട്. റിസപ്ഷൻ ഇരിക്കുന്ന സാറിനോട് ചോദിച്ചേക്കാം. സാറേ, എൻ്റെ വണ്ടി ഒന്ന് തരാൻ പറ്റുമോ? ഞാൻ അറിയാതെ ഇറക്കിയതായിരുന്നേ. എടോ, തന്നോട് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതല്ലേ ഞാൻ വണ്ടി പുറത്തേക്കൊന്നും ഇറക്കല്ലേ, ഞങ്ങൾ പിടിക്കും, അതുകൊണ്ട് വണ്ടി പുറത്തേക്ക് ഇറക്കാനൊന്നും പാടില്ല എന്ന്. അപ്പോൾ താനല്ലേ ഇറക്കിയത്? തൻ്റെ ഉത്തരവാദിത്തമല്ലായിരുന്നോ ആ വണ്ടി പുറത്തേക്ക് ഇറക്കല്ലെന്നുള്ളത്? ആ കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞാൻ അറിയാതൊന്നും ഇറക്കിപ്പോയതാ. ആ ചാവി ഒന്ന് താ സാറേ. തരത്തില്ല, താൻ എത്ര നോക്കിയാലും തരത്തില്ല. താൻ ഇവിടുന്ന് വിട്ടോ, ഇല്ലെങ്കിൽ തന്നെ പിടിച്ച് ജയിലിടേണ്ടി വരും. അവൻ്റെ കൂടെ അവനോട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ ഇവിടുന്ന് വിടാം. നമുക്ക് ഇവിടുന്ന് പോകാം സാർ. അപ്പോൾ ഞാൻ പോട്ടോ. ഇറങ്ങി പോടോ. വെപ്പൺസും കയ്യിലില്ല. ഞാനത് എടുത്ത് ഡ്രോയറിൽ വെച്ചിട്ടാണ് പോകുന്നത്. രാത്രി ആകുമ്പോൾ നമുക്കിത് അടിച്ചു മാറ്റാം ഗൈസ്. അതേ വഴിയുള്ളൂ. അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടോ വെപ്പൺസ്? ഞാൻ എടുത്ത് വെച്ചായിരുന്നോ? വെച്ചെന്നുണ്ടോ? നമുക്ക് നോക്കാം കേട്ടോ. ഓ ഇല്ല, ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു. എൻ്റെ മോനെ രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ചത് എടുത്ത് വെച്ചെന്ന്. നമുക്കെടുത്ത് വെടി വെച്ചാലോ? കേസാവുന്ന ഓർത്തോണ്ടായില്ലായിരുന്ന വെടി വെച്ചേനെ. നെഞ്ചത്തിട്ട് പൊട്ടിച്ചേനെ. കേസാവുന്ന ഓർത്തോണ്ടാ ഗേസ്. ഞാനത് ഇവിടെ നടന്ന് പോവാം. പിന്നെ ഓടാൻ തുടങ്ങി. ഓടി മടുക്കുമ്പോൾ നടക്കും, മടുക്കുമ്പോൾ ഓടും. അങ്ങനെയാണ് കേട്ടോ. രാത്രി ആവട്ടെ, നമുക്ക് അടിച്ച് മാറ്റാം. നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, എന്നിട്ട് വേണം പോകാൻ. നമുക്ക് ഡിഫൻഡർ ഒന്നും എടുക്കണ്ട, നമുക്ക് നടന്ന് തന്നെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്തായാലും രാത്രി ആയിട്ടുണ്ട്. നമുക്ക് നേഴ്സിനങ്ങ് പോയിട്ട് അത് അടിച്ച് മാറ്റാം കേട്ടോ. ഒന്നും നോക്കില്ല, നമുക്ക് ഓടിപ്പോയിട്ട് അതങ്ങ് അടിച്ചു മാറ്റാം. നമുക്ക് നേരെ അവിടെ എത്താം ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ മതിലാടിയിട്ടുണ്ട്. മതിലാടി വന്നത് ഞാൻ വീണത്. ഇവിടെ രക്തം കിടപ്പുണ്ട്. മതിലയിലൊന്നും വീണായിരുന്നു. അത് വലിയ കാര്യം നോക്കണ്ട. നമുക്ക് നേഴ്സിനങ്ങ് എടുക്കാം. എന്നെ കാണത്തില്ല, കാരണം ഞാൻ കറുത്ത ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. എടാ, താക്കോൽ ഇവിടെ തന്നെ ഉണ്ടോ? ഈ വണ്ടി ഞാൻ അങ്ങനെ പൂട്ടാറൊന്നുമില്ല കേട്ടോ. ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. ഈ വണ്ടി അങ്ങനെ ഞാൻ പൂട്ടാറില്ലാത്തതുകൊണ്ട് എനിക്ക് കയറാനേലും പറ്റി ഇല്ലായിരുന്നാൽ എനിക്ക് ഇത് മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു ഈ കാറ്. ഇനി കേസ് നമുക്ക് നേഴ്സിനൊക്കെ പോകാം. ഹലോ സാറേ, ഞാൻ വേറെ ആളാണ് കേട്ടോ. ഞാൻ ഇവിടെ ചുമ്മാ വന്നാണ്. ഇതെന്താ സാറേ അവിടെ ഇരിക്കുന്നത്? ഓ, അതൊരുത്തൻ്റെ താക്കോല. എന്ത്? ഒന്നുമില്ല, അതൊന്ന് തരാമോ? ഞാൻ പിടിച്ചു നോക്കിക്കോട്ടെ എന്ന്. അയ്യോ, ആവശ്യമില്ലല്ലോ സാർ. ഒന്ന് താ സാറേ. ഞാൻ മറ്റേ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ്, ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അയ്യോ, ആടൊന്ന് എടുത്തോ. നീ എടുത്തോ. പൊട്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക പൊട്ടന്മാർ. ഇങ്ങനെ പൊട്ടന്മാരെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല ഗൈസ്. താക്കോൽ എനിക്ക് തന്നേക്കുന്നത്. ഈ വണ്ടി ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കയറി. പിന്നെ ഇനി താക്കോലും കൂടെ ഒന്ന് കുത്തിയാൽ മതി. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടൂടെ പോകുന്നത്? ഞാൻ ഇങ്ങോട്ടും പോകാമല്ലോ സാറേ. ഞാൻ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് പാർക്ക് ചെയ്യാൻ വന്നതാ. ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ എവിടെയോ. ഞാൻ തന്നെയാണോ? ആളെൻ്റെ അടുത്താ കളി ഗൈസ്. എനിക്ക് അങ്ങനെ ഇവിടെ വാണ്ടർ ലെവൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ അറിയാതെ വീഡിയോ പോസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൈ തട്ടി പോസ് ആയതാണ്. ആദ്യം മറ്റേ സ്റ്റേഷനിൽ വെച്ച് അറിയാതെ പോസ് ആയതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ ഫുൾ ചീറ്റ് കോഡ്സും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ എൻ്റെ എല്ലാ വീഡിയോയിലത്തെ കമൻറ്റ് സെക്ഷനൊക്കെ ഓണാണ്. അപ്പോൾ
നിങ്ങൾ ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ത്യൻ ബൈക്ക് സ്ട്രെയിനറിയുടെ ഓൾ ചീറ്റ് കോഡ്സും ഇടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ബൈ. അടുത്ത വീഡിയോ ഇതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.